ഈ യേശു ആരെ എന്ന് അവൻ്റെ കുരിശുമരണത്തിന് ദിവസം നമ്മളൊന്ന് ചിന്തിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഒരു വലിയ പ്രത്യേകത, അവൻ വരുന്നിടമെല്ലാം ഇളക്കുന്നവനാണ്, കലക്കി മറിക്കുന്നവന്. അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ വന്നിടമെല്ലാം ഇളകി മറിഞ്ഞു. അവൻ പിറന്ന രാത്രിയിൽ ബേത്ലഹേം നഗരം ഇളകി മറിഞ്ഞു. ഓശാനിക്ക് ജെറുസലേം നഗരത്തിൽ വന്നപ്പോൾ ആബാലപ്പെട്ട ജനങ്ങൾ ഇളകി മറിഞ്ഞു. സക്കയൂസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീട് ഇളകി മറിഞ്ഞു. മഗ്ദലാമരത്തിൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ അവൾ ഇളകി മറിഞ്ഞു. അവൻ മരിച്ചപ്പോൾ കാൽവരി ഇളകി മറിഞ്ഞു. പ്രപഞ്ചം മൊത്തം കുലുങ്ങി. ഇളക്കി മറിക്കുന്നവനാണ് ക്രിസ്തു. ജീവിതത്തിൽ ഒരിക്കൽ യേശുവിനെ അനുഭവിച്ചാൽ ആ ജീവിതം ഇളകി മറിയും. അവൻ വന്നപ്പോൾ ചരിത്രം രണ്ടായി മുറിഞ്ഞു. യേശുവിന് മുമ്പും യേശുവിന് പിന്നുമുള്ള കാലം ലോകചരിത്രം ഇളകി മറിഞ്ഞു. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിക്ക് പോലും അവന് ജന്മദിനം പറയുമ്പോൾ ഈശോയെ ഏറ്റുപറഞ്ഞേ പറ്റൂ. ദൈവവിശ്വാസമില്ലാത്ത ഒരു നിരീശ്വരവാദിയോട് നീ എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ അവൻ്റെ മറുപടി ഉദാഹരണം 15/5/1965 എന്ന് പറയുമ്പോൾ അവൻ അറിയാതെ പറയുക, കർത്താവായ യേശു വന്നതിൻ്റെ 1965 വർഷം ഞാൻ ജനിച്ചു. നിരീശ്വരവാദിക്കും അവൻ്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞേ പറ്റൂ. അവൻ വരുമ്പോൾ ചരിത്രം ഇളകി മറിയുന്നു. അവൻ വരുമ്പോൾ ജീവിതങ്ങൾ ഇളകി മറിയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങളിൽ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ 1-ാം പ്രവചനമുണ്ട്. അവിടെ നമ്മൾ കാണുന്നു, പീഡാനുഭവ വഴികളിലേക്കാണ് ഇളക്കി മറിക്കുന്നവൻ നമ്മളെ കൈപിടിച്ച് നടത്തുക. യേശു പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, അവിടെ വെച്ച് സഹിക്കും, മരിക്കും, ഉത്ഥാനം ചെയ്യും. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് പറഞ്ഞു, സംഭവിക്കാതിരിക്കട്ടെ. യേശു പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈശോ വർത്താനം പറഞ്ഞത് നിസ്സാരപ്പെട്ട ഒരു അങ്കിളിനോടോ ചേട്ടനോടോ അല്ല, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ. വിളിക്കുന്ന വാക്ക് സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകും. അല്പം മൈറ്റി പറയാം, പത്രോസെ സൈഡ് തരാവോ, ഒതുങ്ങി നിൽക്കാമെങ്കിൽ കടന്നു പോകാം. ഹീബ്രു മൂലപദത്തിൽ സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം, പ്രതിബന്ധമേ. സഹിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ പത്രോസിനെ വിളിച്ചു തടസ്സമേ, പ്രതിബന്ധമേ. വഞ്ചനയുടെ ചുംബനത്താൽ സഹനത്തിലേക്ക് തള്ളിവിട്ട യൂദാസിനെ വിളിച്ചു സ്നേഹിത. കുരിശിൻ്റെ വഴി ക്രിസ്തുവിൻ്റെ വഴി, കുറുക്കു വഴി സാത്താൻ്റെ വഴി. എന്നിട്ട് പറഞ്ഞു, ബൈബിളിലെ ചില സ്ഥലപ്പേരുകൾക്ക് പ്രത്യേകതയുണ്ട്. ഉദാഹരണം, അവൻ കേസറിയ ഫിലിപ്പിയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ബലത്തിലാണ്. അവൻ ജെറീക്കോയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ വളർച്ചയിലാണ്. അവൻ ജെറൂസലേമിലാണ് എന്ന് പറഞ്ഞാൽ സഹന മരണ ഉത്ഥാനത്തിലാണ്. യേശു പറഞ്ഞു, സഹിക്കാൻ മരിക്കാൻ എനിക്ക് പോകണം, ജെറുസലേമിലേക്ക് പോകണം. പത്രോസ് തടസ്സം പറഞ്ഞപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. 2025 ദുഃഖവെള്ളിയാഴ്ച സന്ധ്യയിൽ ഈ ദേവാലയത്തിന് ചുറ്റും ഒരുമിച്ച് കൂടുമ്പോൾ വെറുതെ ഒരു ചിന്ത, നിന്റെ ചിന്ത ദൈവികമാണോ, മാനുഷികമാണോ? കുരിശുകൾ, വേദനകൾ ജീവിതത്തിൽ വരുമ്പോൾ 3 വിധത്തിൽ അതിനെ കാണാം. 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവികം. എന്താ പൈശാചികം? എന്നെക്കുറിച്ച് പരദൂഷണം പറഞ്ഞവൻ വണ്ടി ഇടിച്ച് കാല് ഒടിഞ്ഞ് കിടക്കണേ എന്നോർത്താൽ പൈശാചികം. എന്നെ നൊമ്പരപ്പെടുത്തിയവൻ ഇടിവെട്ടി ചത്തുപോണേ എന്ന് പറഞ്ഞാൽ പൈശാചികം. എന്നെ വേദനിപ്പിച്ചവർക്ക് ദുരന്തം വരണേ, ദുരിതം വരണേ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്ത പൈശാചികം. 2 മാനുഷികം. ഓ, വന്നുപോയി, സഹിക്കാതെ പറ്റുമോ? ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഈ കാലവാളനാണല്ലോ കെട്ടിയവൻ, സഹിച്ചേക്കാം. ഒത്തിരി ഓർത്തിട്ടും ഈ ഭദ്രകാളിയാണല്ലോ വെമ്പർ നോക്കി, സഹിച്ചേക്കാം. എത്ര നോക്കിയിട്ടും ഇത് കൂടി പിള്ളേർ, അയൽവകത്തെ പിള്ളേർ നല്ല മിടുക്കർ. എൻ്റെ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8-ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ശവം 7-ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ശവം 5-ാം ക്ലാസ്സിൽ. ഒരു ഭർത്താവ് ഭാര്യയെ വിളിച്ചു, പിശാചേ പിശാചേ. 20 വർഷം വിളിച്ചു.
പിശാചെന്ന് കേൾക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ നോക്കും, മക്കൾ അമ്മയെ നോക്കും. കാലെന്ന് വിളിക്കുമ്പം മക്കൾ അപ്പനെ നോക്കും. അപ്പൻ കാലൻ, അമ്മ പിശാച്, മക്കൾ ശവങ്ങൾ. ആ വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. എൻ്റെ ചായ കുടിക്കാൻ പോയിരുന്നു, ഇപ്പം ഇങ്ങോട്ട് വരും. പിശാചോ കരി വറുക്കുന്നു, ചോറ് വാർക്കുന്നു, തുണി പിഴിയുന്നു. ഒരു ഭർത്താവ് ഭാര്യയെ 20 വർഷം പിശാചെന്ന് വിളിച്ചു. 20ാം വർഷത്തിൽ അയൽവകത്തെ കുഞ്ഞിനെ മാമോദിസിക്ക് തല തൊടുന്ന അപ്പനും അമ്മയുമായി വിളിച്ചെന്നു. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് പ്രായമുള്ള അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഇയാൾ ഒന്നും മിണ്ടിയില്ല, മയിൽക്കുറ്റി പോലെ നിന്നു. അച്ഛനും ചെവി കേൾക്കല്ലേ. പിശാചിനെ അതിൻ്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ? കെട്ടിയവൻ പറഞ്ഞു, എൻ്റെ അച്ഛ 20 വർഷമായില്ലേ, എളുപ്പത്തിൽ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വിളിച്ച് പഠിച്ചു പോയ പദപ്രയോഗങ്ങൾ. ഇപ്പം നമ്മൾ മാനുഷികമായിട്ട് കുരിശുകളെ കാണും. ഇപ്പം നമ്മളോട് പിടിക്കുന്നു ദുഃഖവെള്ളിയാഴ്ച, കുരിശുകളെ ദൈവികമായി കാണും. കുരിശുകളെ ദൈവികമായി ഞാൻ അറിഞ്ഞ് ഒന്നും ചെയ്തില്ല, പക്ഷെ ദൈവം അനുവദിച്ചു. ഞാൻ അറിഞ്ഞ് ഒന്നും ചെയ്തില്ല. ദൈവം മനുഷ്യനോട് ഏറ്റവും വർത്തമാനം പറഞ്ഞത്. ദൈവം ഒന്നും മിണ്ടാതെ മനുഷ്യൻ മാത്രം വർത്തമാനം പറഞ്ഞ പുസ്തകം സങ്കീർത്തനം. സങ്കീർത്തനത്തിൽ ദൈവം മിണ്ടുന്നില്ല, മനുഷ്യൻ മാത്രം. ജോബിൽ ദൈവം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു. ആ ജോബ് പറഞ്ഞു, എനിക്ക് സഹനം തന്നു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് വലിയ നാമസ്തുതി. വെല്ലൂർ ആശുപത്രിയിലെ 20 ജൂനിയർ ഡോക്ടർമാർ കൊടൈക്കനാലിന് പോയി മിനി ബസ്സിൽ. മലകയറി പോകുമ്പോൾ ബ്രേക്ക് പറ്റിയ വണ്ടി ആഴങ്ങളിലേക്ക് പതിച്ചു. 3 പേര് അവിടെ വെച്ച് മരിച്ചു, മറ്റു ചിലർക്ക് ക്ഷതമേറ്റു. അതിൽ ഒരാളായിരുന്നു ചങ്ങനാശ്ശേരി അടുത്ത് കങ്ങഴ സ്വദേശിനിയായ ഡോക്ടർ മേരി വർഗീസ്. 3 മാസം കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു, നട്ടലിൻ്റെ കണ്ണി തകർന്നു പോയി, ഇനി നടക്കാൻ പറ്റുകയല്ല, അരയ്ക്ക് താഴ്ത്തിക്ക് തളർന്നു പോകും. ഡോക്ടർ മേരി വർഗീസ് ആശുപത്രിയുടെ കട്ടിലിൽ കിടന്ന് ഭിത്തിയിലുള്ള കുരിശിനെ നോക്കിയിട്ട് പറഞ്ഞു, ക്രിസ്തുവേ, എൻ്റെ അരയ്ക്ക് താഴത്തേക്ക് നടന്നിട്ട് എൻ്റെ മുകളിലേക്ക് ചലിപ്പിക്കാൻ നീ എന്തിനാ ശക്തി വെച്ചത്? ക്രിസ്തുവിൽ നിന്നും ഒരു ധൈര്യത്തിന് ഉത്തരം, മോളെ, അരയ്ക്ക് താഴത്തേക്കല്ലേ നടന്നുള്ളൂ, ചലിപ്പിക്കാൻ പറ്റുന്ന ശരീരഭാഗം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആത്മധൈര്യം വീണ്ടെടുത്തു. സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ നടത്തി ലോകപ്രസിദ്ധ അവാർഡുകൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. സഹനത്തെ കുരിശിനെ ദൈവത്തോട് ചേർത്ത് കാണുന്നവർ പിടിച്ചു നിൽക്കും, സഹിച്ചു നിൽക്കും. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സഹനമുണ്ട്. ആർക്കാ സഹനമില്ലാത്തത്? മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവർക്കും സഹനമുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കും, മാതാവിൻ്റെ സഹനം, യേശുവിൻ്റെ സഹനം, നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിലെ സഹനം. മാതാവ് എത്രമാത്രം സഹിച്ചവളാണ്. മംഗളവാർത്ത കിട്ടിയ നാൾ മുതൽ മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ സഹനത്തിൻ്റെ ജീവിതമായിരുന്നു. മുഴുവൻ സഹനം. ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാൻ ഒരു സ്ഥലം കിട്ടാതെ അലഞ്ഞ രാത്രിയിലെ സഹനം. 3 മാസം ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ കാലഘട്ടത്തിലെ സഹനം. തിരിച്ച് നസ്രത്തിലേക്കുള്ള ഓട്ടം. അത് കഴിഞ്ഞ് പൈതലായ യേശുവിനെ ദേവാലയത്തിൽ കൊടുത്തപ്പോൾ മാതാവിൻ്റെ സഹനം. ജ്ഞാനവൃദ്ധനായ ശിമയോൻ, വന്ധ്യയായ അന്ന, 2 ഒരു വൃദ്ധനും ഒരു വൃദ്ധയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ പ്രായമാകുമ്പോൾ, വയസ്സാകുമ്പോൾ ചുമ്മാ ഫോണിലും ചൊറിഞ്ഞ് വർത്താനവും പറഞ്ഞ് കുത്തിയിരിക്കരുത്. പ്രായമാകുമ്പോൾ പരമാവധി പള്ളിയോടെടുക്കണം. വൃദ്ധനായ ശിമയോൻ, വന്ധ്യയായ അന്ന, അടുത്തു ദേവാലയത്തോട്. ഓരോ അപ്പനോടും അമ്മയോടും ദുഃഖവെള്ളിയാഴ്ച കർത്താവ് പറഞ്ഞു, അയഞ്ഞ വർത്തമാനങ്ങൾ, അളിഞ്ഞ വർത്തമാനങ്ങൾ, ചുമ്മാ ലൂസായ സംസാരം ഒക്കെ നിർത്തണം. പരമാവധി പള്ളിയോടെടുക്കണം. വൃദ്ധനായ ശിമയോനും വന്ധ്യയായ അന്നയിൽ നിന്നതുപോലെ ഇപ്പൊ ശിമയോൻ പൈതലായ യേശുവിനെ കയ്യിലെടുത്തിട്ട് ശിമയോൻ ഒരു താരാട്ട് പാടി. അവിടെ മറിയത്തിന് സഹനമായിരുന്നു. എന്താണ് ആ താരാട്ട്? ഇവൻ ആരാരോ, ഇവൻ ആരിയിലാരോ, ഇതാണ്. എന്നിട്ട് പറഞ്ഞു, ഉയർച്ചയ്ക്കും താഴ്ചയും വയ്ക്കപ്പെട്ട എതിർപ്പിന്റെ അടയാളം, ഇവൻ മൂലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. നമുക്കറിയാം, ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും. എന്താണ് താരാട്ട്? രാരാരോ രാരിരാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി, പല്ലവി, ഈരടി അമ്മ പറഞ്ഞ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിന് മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്.
എൻ്റെ ദൈവമേ, എൻ്റെ ഈ മോൻ ആരാരോ, ഇവൻ സാറാവോ, ഡോക്ടറാവോ, എഞ്ചിനീയറാവോ, വക്കീലാവോ, അതോ ഒസാമ ബിൻ ലാദനാവോ, സദ്ദാം ഹുസൈനാവോ, ഹമാസിൻ്റെ സന്തതിയാവോ, ഇതാരാരോ ഒരു പിടിയുമില്ല. ഒരു പെണ്ണിനെ തൊട്ടിയിലിട്ട് കാട്ടിക്കൊണ്ട് അമ്മയുടെ ചോദ്യം, ഈ കിടക്കുന്ന ഇവൾ ആരാരോ, ഇവൾ സിസ്റ്ററാവോ, ഡോക്ടറാവോ, എഞ്ചിനീയറാവോ, നേഴ്സാവോ, ടീച്ചറാവോ, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാവോ, ഊർജ്ജതന്ത്രക്കാരി സരിത നായരാവോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷാവോ, അതോ ജ്യൂസുകാരി രേഷ്മയാവോ, ഇതാരാരോ ആരാരോ ഒരു പിടിയുമില്ല. ഇവൻ ആരായിത്തീരും? ശിമയോൻ പൈതലായ യേശുവിനെ കയ്യിലെടുത്ത് പറഞ്ഞു, ഇവൻ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും വയ്ക്കപ്പെട്ടു. എതിർപ്പിന്റെ അടയാളം സ്ത്രീയെ, ഇവൻ മൂലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. എന്താണ് ആ വാൾ? 33 വർഷം മറിയ നെഞ്ചിൽ വഹിച്ച വാൾ. പെറ്റതലയായി ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ്റെ ദാരുണമായ മരണം കാണേണ്ടി വരും. നെഞ്ചിൽ വഹിച്ച വാൾ. ഇടവകയിലെ യുവജനങ്ങളുടെ ബൈബിൾ വായനയുടെ മത്സരം. പുറകെ കിട്ടുന്ന ഭാഗം വായിക്കണമെന്ന് ഒരു യുവാവ് തുറന്നപ്പം കിട്ടിയത് ശിമയോൻ പറഞ്ഞ വാക്കാ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. അവൻ നോക്കുമ്പോൾ ഡി ടീമിൽപ്പെട്ട സുന്ദരിയായ യുവതി പലരേക്ക് കയറി വരുന്നു. അവൻ ബൈബിളെ നോക്കി, അവളെ നോക്കി, ഒന്നുകൂടെ നോക്കി, വീണ്ടും നോക്കി. പിന്നെ അവൻ പറഞ്ഞിങ്ങനെ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വൾ കടന്നു പോകും, ഒരു വാൾ കടന്നു പോകും. തന്നെയുമല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഓരോ അമ്മയ്ക്കുമുള്ള പ്രവാചക മുന്നറിയിപ്പാണ്. അപ്പനേക്കാൾ കൂടുതൽ മക്കളെക്കുറിച്ച് നെഞ്ചിൽ വാള് വഹിക്കുന്നത് അമ്മയാണ്. 5 പഠിക്കുന്ന കുട്ടി വൈകിട്ട് 5:30 വന്നില്ലെങ്കിൽ അമ്മയുടെ നെഞ്ചിൽ വാൾ. എൻ്റെ കുഞ്ഞിനെ പിള്ളേരെ പിടുത്തക്കാരി പിടിച്ചോണ്ട് പോയോ? അപ്പം പറയും, ഇങ്ങോട്ട് പോരും, ധൈര്യമായിരിക്കടി. യുവത്വത്തിൽ മോൾ വഴി പിടിച്ചു പോവുമോ? അമ്മയുടെ നെഞ്ചിൽ വാൾ. അപ്പം പറയും, അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോടി? പെണ്ണിന് വയസ്സ് 29, കല്യാണം നടന്നില്ല. അമ്മയുടെ നെഞ്ചിൽ വാൾ. എൻ്റെ പെണ്ണിൻ്റെ കല്യാണം നടക്കാതിരിക്കുമോ? അപ്പം പറയും, പെണ്ണുങ്ങൾക്കല്ല, ആണുള്ളടി, ധൈര്യമായിട്ടിരിക്കേ. അമ്മ മക്കളെ പ്രതി നെഞ്ചിൽ വാൾ വഹിക്കുമ്പോൾ അപ്പൻ കുടിച്ചിട്ട് വാളും വെച്ചോട് നടക്കും. ഇതാണ് വ്യത്യാസം. ഇപ്പം ശിമയോന്റെ വാക്കുകൾ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. പരിശുദ്ധനായ പ്രവചനം, ശിമയോന്റെ പുണ്യപൂർണമായ പ്രവചനം. ഇപ്പം മാതാവിന് സഹനം ഉണ്ടായിരുന്നു, മാതാവിന് സഹനം. ഇനി ഈശോയ്ക്ക് സഹനം ഉണ്ടായിരുന്നു. ഈശോയുടെ സഹനം നമുക്കറിയാം. ഇന്ന് ആ സഹനത്തിൻ്റെ മൂർത്തഭാവം നമ്മൾ ഓർക്കുന്നു. പിറവി തിരുനാൾ മുതൽ യേശുവിന് സഹനം ആരംഭിച്ചു. കുരുവിക്ക് പോലും കൂടുള്ള ഭൂമിയിൽ പിറക്കാൻ സ്ഥലം കിട്ടാത്തവൻ. 3 കഥാപാത്രങ്ങൾ ബേത്ലഹേം നഗരത്തിന് ഹൃദയഭാഗത്തിലൂടെ നടന്നു നീങ്ങി. 1 അരവേറുള്ള കഴുത, 2 നിറവേറുള്ള മറിയം, 3 മിസ്റ്റർ യോസേപ്പ്. എല്ലാ വീടിൻ്റെയും വാതിൽ മുട്ടി പിടിച്ചു. ഇടകൊണ്ടോ ഒരു കൊച്ചിനുണ്ടാകാൻ ഇടകൊണ്ടോ? എല്ലാ വീട്ടിൽ നിന്നും മറുപടി, ഇടവില്ല, ഉണ്ടാകാൻ ഇടവില്ല. ആർക്കാ? എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഏക വാക്കിനാൽ പറഞ്ഞവന് ഉണ്ടാകാൻ ഇടവില്ല. ഒരു പശുത്തൊഴുത്തിൽ അവൻ്റെ പിറവി. ജീവിതകാലത്ത് മുഴുവൻ വള്ളത്തിൻ്റെ അമരങ്ങളിൽ അന്തിയുറങ്ങവൻ. സാരമില്ല എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്താൻ ഒരു സഖിയില്ലാത്തവൻ. അപ്പായെന്ന് വിളിക്കാൻ മക്കളെ ജനിപ്പിക്കാത്തവൻ. ജീവിതാവസാനത്തിൽ 3 വിചാരണകൾ. 1 മതത്തിൻ്റെ കോടതി, 2 ലോകത്തിൻ്റെ കോടതി, 3 ജനകീയ കോടതി. സാധാരണ സംഭവിക്കാത്ത 3 വിധികൾ. മതത്തിൻ്റെ കോടതിയിൽ അന്നാസും കയ്യപ്പാസും വിചാരണ ചെയ്തു. ലോകത്തിൻ്റെ കോടതിയിൽ പീലാത്തോസ് വിചാരണ ചെയ്തു. ജനത്തിൻ്റെ കോടതി അവനെ ക്രൂശിക്കുക എന്നൊരു സ്വരമേറുന്നു. 3 അനുഭവങ്ങൾ. അതിൻ്റെ അവസാനം 3 മരണാനുഭവങ്ങൾ. 1 ആത്മീയ മരണം, ദൈവമില്ലേ, എവിടെ പോയി എന്നൊരു ചിന്ത. 2 മാനസിക മരണം, പിരിമുറുക്കം കാരണം അവൻ രക്തം വീർത്തു. 3 ശാരീരിക മരണം, അവൻ പ്രാണനെ വിഴുങ്ങി. ഈശോയ്ക്കൊരു ആത്മീയ മരണം വരുന്നു. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഒരു ചോദ്യമാണ് നമുക്കോട്. കൊറോണ വന്നപ്പോൾ, വെള്ളം പൊങ്ങിയപ്പോൾ, സിറിയയിൽ കൊല്ലപ്പെട്ടപ്പോൾ, ഇറാഖിൽ കൊല്ലപ്പെട്ടപ്പോൾ, തുർക്കിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോൾ, വടക്കേ ഇന്ത്യയിൽ ഹൈന്ദവ തീവ്രവാദികളാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോൾ, മുസ്ലിം തീവ്രവാദികളാൽ നൈജീരിയയിൽ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് ചോദ്യമുണ്ട്, ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ആ ചോദ്യത്തിൻ്റെ അവസാനം നിർത്തിയില്ല. ഒരു വാക്ക് കൂട്ടിച്ചേർത്തു, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു.
ഞാനും നിങ്ങളും ചില ജീവിതത്തിൽ ദൈവം എന്നെ മറന്നു, ദൈവം എന്നെ കൈവിട്ടു, ദൈവം ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴും നിർത്തരുത്. ദൈവം വിട്ടാലും ആ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ തൂങ്ങിക്കിടക്കണം. ദൈവം എന്നെ മറന്നു തോന്നിയാലും അവൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അടുത്ത വാക്ക്, ഉപേക്ഷിച്ചാലും നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇപ്പം യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ഏറ്റവും വലിയ സഹനം അവരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ ദുഃഖ വെള്ളിയാഴ്ച അങ്ങനെയുള്ള സഹനമുള്ളവരും നമുക്കിടയിലുണ്ട്. യേശുവിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൻ അല്പം വീഞ്ഞു കുടിച്ചപ്പം പറഞ്ഞു ലഹരിപ്രിയൻ, ദേശോട് മിണ്ടിയപ്പം പറഞ്ഞു സ്വഭാവശുദ്ധിയില്ലാത്തവൻ. എപ്പോഴും തെറ്റിദ്ധാരണയാണ്, എപ്പോഴും തെറ്റിദ്ധാരണ. അത് വലിയ സഹനമല്ലേ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സഹനമാണ്. നമ്മളെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതൊരു വലിയ സഹനം. തെറ്റുപറ്റിയ ഭാര്യ ഭർത്താവിനോട് ചേട്ടാ മാപ്പാക്കണം, അറിയാതെ പറ്റുക, പോടി കള്ളക്കണ്ണീർ ഒളിപ്പിക്കാതെ. ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കണം, പോടൂ മുതലക്കണ്ണീർ ഒടുക്കാതെ. നമ്മുടെ മനസ്സാരും കണ്ടെങ്കിൽ എന്തൊരു സങ്കടം. ഒരു കാര്യം ചെയ്തിട്ട് അതുപോലെ മനസ്സിലാക്കിയെങ്കിൽ ഏറ്റവും വലിയ നമ്പരം. കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസിന് ഞാൻ എൻ്റെ ആശ്രമത്തിൽ നാട്ടിലെ ഏറ്റവും മുഴുത്ത ഒരു പുൽക്കൂടുണ്ടാക്കി. 20 യുവജനങ്ങൾ സഹായിക്കാൻ വന്നു. എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ ജർമ്മനിയിൽ നിന്നും കോമ്പളാൻപോയി പോലുള്ള ഉണ്ണീശോയെ തന്നു. മുട്ടം മറിയം, മൂർത്തി യൂസഫ്, ഒട്ടകവാന, മയിലേ കുയില്, പീലാദോസ്, ജ്ഞാനികൾ, ഗബ്രിയേൽ, ഇടയന്മാർ, എല്ലാം ഉഗ്രൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും ഒരു കാര്യം നടന്നില്ല. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഉണ്ണിയേശു ഒരു ഹൃദയത്തിൽ പിറന്നു കിടക്കണം. എത്ര നോക്കിയിട്ടും ഹൃദയം ഉണ്ടാക്കിയിട്ട് ഒക്കുന്നില്ല. ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി ക്ലാരിസ് സിസ്റ്റേഴ്സിൻ്റെ ഒരാശുപത്രിയാണ്. ഞാനവിടെ സംസാരിപ്പിക്കാൻ പോകുന്ന ആളാണ്. തലേ വർഷം അവർ പുൽക്കൂടുണ്ടാക്കിയപ്പം ഉണ്ണീശോ ഒരു ഹൃദയത്തിലാണ് പിറന്നു കിടന്നത്. ഞാൻ ഡോക്ടർ കന്യാസ്ത്രീയെ വിളിച്ചു ചോദിച്ചു, സിസ്റ്ററെ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ഹൃദയം അവിടെ തന്നെ ഉണ്ടോ അതോ കളഞ്ഞോ? സിസ്റ്റർ വിളിച്ചാൽ ഹൃദയമുണ്ട്, ഗോഡൗണിൽ കിടക്കുക, എടുത്തുകൊണ്ട് പൊക്കളാൻ പറഞ്ഞു. ഞാൻ കൂട്ടുകാരനെ കാറും കൊണ്ട് മുരിക്കാശ്ശേരി ഹൃദയം കാറെ കയറ്റി പോന്നു. വളവ് പുളവ് ഗട്ടർ കുന്നേ കൂടി ചാടിച്ചാടി വന്നപ്പോൾ ഹൃദയത്തിൻ്റെ അറ്റം കിളിച്ചുണ്ടമാങ്ങ പോലെ ഇങ്ങനെ എങ്കോടിച്ചു പോയി. 24 പകൽ പുൽക്കൂടൊരുക്കി എല്ലാം ശരിയാക്കി വെച്ചു. ഉണ്ണിയേശുവിനെ എടുത്തു, ചായം പൂശി, തെർമോക്കോളും പഞ്ഞിയും ചേർത്ത് ഒരു നല്ല ഷേപ്പാക്കി, ചുമന്ന ചായം പൂശി പുൽക്കൂട്ടിൽ ആ ഹൃദയം തൂക്കിയിട്ടു യേശുവിൻ്റെയും മറിയത്തിൻ്റെ ഇടയ്ക്ക്. എനിക്ക് തന്നെ തോന്നി യഥാർത്ഥ ഹൃദയത്തേക്കാൾ ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയ ഹൃദയത്തിന്. നിർവൃത്തിയോടെ പോന്നു. വികാരിയച്ഛൻ ആശ്രമത്തിലെ പുൽക്കൂട് വലുതാണെന്ന് കേട്ടോട് അത് കാണുന്നു. കണ്ടിട്ട് നാരങ്ങാവെള്ളവും കുടിച്ച് ഓറഞ്ച് പൊടിച്ച് തിന്നുമ്പോൾ ഹൃദയഭേദകമായ ചോദ്യം എന്നോട് ചോദിച്ചു. എന്നിലെ കലാകാരൻ അന്തിശ്വാസം വരിച്ച ചോദ്യം. അച്ഛൻ ചോദിച്ചു, ജോസഫച്ച, ഈ പക്ഷെ ഉണ്ണീശോ കശുമാങ്ങാടെ അകത്താണോ പിറക്കാൻ പോണത്? എന്ത് കഷ്ടപ്പെടാൻ ഹൃദയം ഉണ്ടാക്കിയത് തമ്പിലാന് മാത്രം അറിയാം. അത് കശുമാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു നൊമ്പരമുണ്ട്. ഈ ഒരു നൊമ്പരം മനസ്സിലാക്കാത്ത നൊമ്പരവാ. അവനെ ആരും മനസ്സിലാക്കിയില്ല. അത് യേശുവിൻ്റെ നൊമ്പരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പീഡാനുഭവത്തെയും അവൻ്റെ സഹനത്തെയും ഇന്ന് ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങളുണ്ട്. വലുതുമായ സഹനങ്ങൾ. ഓരോ പ്രായത്തിൽ ഓരോരോ കുരിശുകൾ, ഓരോരോ സഹനങ്ങൾ. എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ കുരിശ് ചായക്കടയിൽ ശീലലമാരിയിൽ പലഹാരം കാണുമ്പോൾ വായിൽ നയാഗ്ര വെള്ളച്ചാട്ടം. അതായിരുന്നു കുരിശ്. ബോണ്ട, പഴംപൊരി, പരിപ്പുപൊടി ഓരോന്നിങ്ങനെ പടയായിട്ട് പപ്പടപൊടിയായിട്ട് ഇടിയപ്പാട് വട്ടയപ്പാട് കിടക്കുമ്പോൾ അത് മേടിക്കാൻ 5 പൈസയില്ല എന്ന വലിയൊരു കുരിശ്. ഒരു ഹോട്ടൽ മേടിക്കാനുള്ള കാശ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പം ഒന്നും കഴിക്കാൻ മേല എന്ന കുരിശ്. ഡോക്ടർ കയ്യെ പിടിച്ചു, അച്ഛാ പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാക്കി ബാലൻസ് ഉണ്ടോ? ഇനി രോഗവുമില്ല, പൈസയ്ക്കും കുറവില്ല. മോൻ പോയി ഒരു മുതുപിശാചിനെ കെട്ടിക്കൊണ്ട് വന്നു. മോൾ ഒരിക്കൽ ഒറ്റ ഓട്ടം, ഏതെങ്കിലും കുരിശുണ്ട്. ഈ ലോകം ഒരു വലിയ കാൽവരിയാണ്. ഈ കാൽവരിയിൽ 100 കുരിശുകൾ ഉയർന്നു നിൽക്കുമ്പോൾ ഏതെങ്കിലും കുരിശിൽ തൂങ്ങിക്കിടന്ന് ക്രൈസ്തവ ജീവിതം പൂർത്തിയാക്കാൻ പറ്റൂ, ബലിയർപ്പണം പൂർത്തിയാക്കാൻ പറ്റൂ. ഏതെങ്കിലും കുരിശ് കൊണ്ടാണ് പറയുക, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു.
1219 ഒരു ദിവസം അസീസി നഗരത്തിൻ്റെ നടുവിലുള്ള ദേവാലയത്തിൻ്റെ കുരിശിനെ നോക്കി ഞങ്ങളുടെ സഭയുടെ സ്ഥാപക പിതാവായ മിസ്റ്റർ ഫ്രാൻസിസ് അസീസി മുട്ടുകുത്തി. ആ കുരിശിനെ നോക്കി പറഞ്ഞു, ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പിന്നീട് കത്തോലിക്ക തിരുസഭ കുരിശിൻ്റെ വഴിയിൽ അസീസി പുണ്യാളുടെ പ്രാർത്ഥന കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും കുരിശുണ്ട്. ആ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് കുരിശ്. തമ്പുരാൻ്റെ വാഗ്ദാനം എന്താ? നമ്മൾ കർത്താവിൻ്റെ മാലാകാശില്ല. അതിൻ്റെ അവസാനത്തെ പ്രാർത്ഥന ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ. നമ്മുടെ ഓർമ്മ പരിശുദ്ധാത്മാവിനെ ഹോൾസെയിൽ വീട്ടിൽ കരിസ്മാറ്റിക് കച്ചവടമായിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദാനം. ആത്മാവിനെ കിട്ടും പറഞ്ഞവൻ അങ്ങനെ അങ്ങ് പതിപ്പിച്ചു വെച്ചു. പക്ഷെ അതല്ലല്ലോ ഈശോ മിശിഹായുടെ വാഗ്ദാനം. മർക്കോസ് 10:30. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. കുരിശ് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. ഇതാണ് യേശുവിൻ്റെ വാഗ്ദാനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയുടെയും മാതാവിൻ്റെയും സഹനം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുരിശ് കണ്ടത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിലാണ്. 1950കളുടെ അവസാനം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലേക്ക് അപ്പൻ, അമ്മ, 16 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൻ, 9 വയസ്സുള്ള മോൾ, 5 വയസ്സുള്ള മോൻ, 4 മക്കളും അപ്പനമ്മയും കുടിയേറി. കൃഷികൾ പച്ച പിടിച്ചു, സ്വപ്നങ്ങൾ മുട്ടിട്ടു. താമസിയാതെ പ്രായമുള്ളവർക്ക് ഒരു പകർച്ചവ്യാധി മലമ്പനി. ഒരുപാട് പേർ ഈ മലമ്പനിയിൽ മരിച്ചു. 20 താഴെ പ്രായമുള്ള അനേകരുടെ രോഗം ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുക, കരൾ ദ്രവിക്കുക. ഒരു ജനുവരിയിൽ മൂത്ത മകൾക്ക് ഈ രോഗം. 3 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ, പിന്നെ 3 മാസം കഴിഞ്ഞ് ഈ 9 വയസ്സുള്ള ഇളയ മോൾക്ക്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള 10 മാസങ്ങൾക്കിടയിൽ 10, 16, 11, 9 വയസ്സുള്ള 3 മക്കളും മരിച്ചു. ഒരു മോൻ മാത്രം ശേഷിച്ചു, എന്നേക്കാൾ 5 വയസ്സിന് മൂത്തത്. പിന്നെ എൻ്റെ ജനനം. ഞാൻ സെമിനാരി പഠിക്കുമ്പോഴേ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി പള്ളികളിൽ നിന്ന് കൊണ്ടുപോകായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അപ്പനെയും കൂട്ടിക്കൊണ്ട് പ്രസംഗിപ്പിക്കാൻ വരും. ആൾക്കാർ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ എൻ്റെ അമ്മേനെ മാറ്റി നിർത്തി പറയുവാൻ, മോനെ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നത് 3 മക്കൾ മുമ്പേ പറന്നുപോയത് കൊണ്ടാണ്. മോനെന്ന അച്ഛനായി കാണാൻ വേണ്ടി മാത്രം ഞാൻ ജീവിക്കുക. മോൻ അച്ഛനായി അധികം പേരുദോഷം കേൾപ്പിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ഇതാണ് അമ്മയുടെ വാക്ക്. എൻ്റെ പട്ടം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞായിരുന്നു എൻ്റെ അമ്മയുടെ മരണം. ഇപ്പം ജ്യേഷ്ഠനും കുടുംബവും ജ്യേഷ്ഠനും മോനും ഞങ്ങളുടെ അച്ഛനാണ്. അവരങ്ങനെ ജീവിക്കുന്നു. അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം നോക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പിതാണ്, രാത്രി എത്ര നീണ്ടാലും അവസാനം ഒരു പുലരി ഉണ്ടാകും. യാത്ര എത്ര നീണ്ടാലും അവസാനം ലക്ഷ്യമുണ്ടാകും. സഹനം എത്ര വലുതാണെങ്കിലും ദൈവം തരുന്ന ഒരു ഉത്ഥാനത്തിൻ്റെ സാന്ത്വനത്തിന് ഒരു പുലരി ഉണ്ടാകും. ദൈവസ്വഭാവം ഒന്നിൽ മറുവശം ഒളിച്ചു വെക്കും. ദൈവം ഉണങ്ങിയ വിത്തിൽ പച്ച മരത്തെ ഒളിച്ചു വെക്കും. ദൈവം കളിമണ്ണിൽ മൺകലത്തെ ഒളിച്ചു വെക്കും. ദൈവം സഹനത്തിൽ കിരീടം ഒളിച്ചു വെക്കും. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ജീവിതത്തോടി ആടിയുലയുമ്പോഴും അപ്പുറത്തൊരു ഉത്ഥാനത്തിൻ്റെ പ്രകാശം ദുഃഖവെള്ളി ഈ സന്ദേശം നമുക്ക് തരുന്നു. ഇനി എന്തിനു വേണ്ടിയാണ് കർത്താവ് സഹനം തരുന്നതെന്ന് ചോദിച്ചാൽ ബൈബിൾ തരുന്ന 5 ഉത്തരങ്ങൾ. ആ ഉത്തരങ്ങൾ ഈ സന്ധിയിൽ ദുഃഖവെള്ളിയിൽ ഹൃദയത്തിൽ പതിപ്പിക്കണം. 1, ദൈവം സഹനം തരുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടി. ദൈവം സഹനം തരുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടി. ദുഃഖവെള്ളി തന്നത് ഉത്ഥാനമെന്ന ഉപരി നന്മയ്ക്ക് പുറകിൽ. അതുകൊണ്ടാണ് പറയുക, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയല്ല. നിലത്ത് വീണ് അഴിയാലോ 100 മേനി കൊയ്ത്തുത്സവം. ചെറിയ സഹനം കഴിയുമ്പോൾ ചെറിയ പ്രമോഷൻ. 7ാം ക്ലാസ് പാസ്സായാൽ 8ൽ കയറാം. +2 കടുപ്പമാ കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകാം. കാരണവന്മാർ ചെറിയ സഹനം സഹിക്കുമ്പോൾ മക്കൾക്ക് ചെറിയ നന്മ, വലിയ സഹനം സഹിക്കുമ്പോൾ മക്കൾക്ക് വലിയ നന്മ. എല്ലാ നന്മയുടെയും പുറകിൽ ഒരു സഹനമുണ്ട്. സുന്ദരമായ ഈറ്റക്കമ്പിൽ സഹനത്തിൻ്റെ 9 ദ്വാരം വീഴുമ്പോൾ അത് മനോഹരമായ ഓടക്കുഴലാകും.
ചെമ്പ് തകിടുകൾ വെട്ടിമുറിച്ച് കൂർപ്പിക്കപ്പെടുമ്പോൾ മനോഹരമായ അരളിക്ക ഉണ്ടാകും. ഈറ്റക്കമ്പുകൾ വെട്ടിമുറിക്കുമ്പോൾ സുന്ദരമായ നക്ഷത്രം ഉണ്ടാകും. ഒരു സഹനം കഴിഞ്ഞ് ഒരു നന്മ വരും. പരീക്ഷയുടെ പരീക്ഷ കഴിയുമ്പോൾ ഫസ്റ്റ് വരും. കോമ്പറ്റീഷൻ കഴിയുമ്പോൾ ഒളിമ്പിക്സ് മെഡൽ വരും. സഹനം കഴിഞ്ഞ് ഒരു വലിയ സമ്മാനം. തന്നെയുമല്ല, പ്രകൃതിയിൽ പകുതി സഹനമാണ്, പകുതി പകല്, പകുതി രാത്രി. ഒരു ഓർഗൻ പകുതി കറുത്ത കട്ട, പകുതി വെളുത്ത കട്ട. ജീവിതത്തിൽ പകുതി സന്തോഷം, പകുതി ദുഃഖം ഒരുപോലെ നേരിടണം. ഒരു തകർച്ച കഴിയുമ്പോൾ ദൈവം ഒരു ഉപരി നന്മ നമുക്ക് തരും. എല്ലാ സഹനത്തിൻ്റെ അവസാനം. 2, സഹനം ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. ഈശോ സഹിച്ചപ്പോൾ പിതാവിൻ്റെ മുഖത്ത് നോക്കി പിതാവിനെ കണ്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ഒരു സഹനം വരുമ്പോൾ ദൈവത്തെ കാണും. അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ സാവൂൾ കണ്ണിൽ അന്ധത ബാധിച്ചപ്പോൾ സാവൂൾ ക്രിസ്തുവിനെ കണ്ടു. വീട്ടിൽ ഒരു മരണം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു ധ്യാനത്തിന് പോകും. മാരകമായ രോഗം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ തേടും. സഹനം ദൈവത്തെ കാണാനുള്ള വഴി. 1, ഉപരി നന്മയ്ക്ക് വേണ്ടി. 2, ദൈവത്തെ കാണാനായിട്ട്. 3, സഹനം എന്തിനു വേണ്ടിയെന്ന് മൂന്നാമത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരം ഇതാണ്: ദൈവം സഹനം തരുന്നത് മനക്കട്ടി ഉള്ളവരാക്കാൻ, നല്ല മനക്കട്ടിയുള്ള മനുഷ്യരാക്കാൻ ദൈവം സഹനം തരും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ. തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ വരുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിന്മേൽ ചിറകിട്ടടിക്കുകയും ചിറകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മക്കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. നമുക്കറിയാം, കഴുകനെക്കുറിച്ച് ഒന്നറിയണം. കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിൻ്റെ ഉന്നത ശിഖരത്തിലും വൃക്ഷത്തിൻ്റെ ഉയർന്ന കൊമ്പിലുമാണ്. കൂടിൻ്റെ പുറത്ത് മുള്ളിൻ്റെ വള്ളി, അകത്ത് പഞ്ഞി, തുണി, വൈക്കോൽ. മുട്ടയിടും. 20 ദിവസം അടയിരിക്കും. കുഞ്ഞ് കൂട് കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ തോട് പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. തള്ളക്കഴുകൻ പറന്ന് നടന്ന് പോഷകാംശമുള്ള ഭക്ഷണം ശേഖരിച്ച് വായി വെച്ച് ചവച്ചരിച്ച് ജ്യൂസ് പോലാകും. കുഞ്ഞിൻ്റെ ചുണ്ട് വായിൽ കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്ന പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 40 ദിവസം കഴിയുമ്പം മേനി മുഴുക്കും, പപ്പ് മുളയ്ക്കും, ദേഹം കൊഴുക്കും, എന്നാലും പറക്കാൻ മടിയാ. കുഞ്ഞിങ്ങനെ അകത്തിരിക്കും. ഭാരം കൂടുമ്പോൾ പുറത്തെ മുള്ള് അകത്തേക്ക് കുത്തിക്കയറും. കുഞ്ഞ് കൂടിൻ്റെ പക്കത്തെത്തും. തള്ളക്കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൾ കുഞ്ഞിനെ കുത്തിയെടുത്ത് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നു വരും. അങ്ങ് മോളിൽ ചെന്നിട്ട് ഒറ്റ കുടച്ചില് ചുണ്ടേന്ന് പിടിപിടുന്ന കുഞ്ഞ് തലയിൽ കുത്തി താഴത്തേക്ക് വരുന്ന വഴിക്ക് കുഞ്ഞു കഴുകാൻ ഓർക്കും വളർത്തിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞ് തലയിൽ കുത്തി വീഴുമ്പോൾ കുഞ്ഞു കഴുകൻ്റെ 10 അടി വേഗത്തിൽ തള്ളക്കഴുകൻ പറന്നിറങ്ങും. വിസില് പോലെ വിശാലമെങ്കിൽ കുഞ്ഞിനെ താങ്ങി പിടിക്കും. 5-8 പ്രാവശ്യത്തെ തേനിയും കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കഴുകൻ പറക്കാൻ പഠിക്കും. ഇതുപോലെ ദൈവം ചിലപ്പോൾ നമ്മളെ വളയ്ക്കും, ഒടിക്കുകയല്ല, ഉന്തും വീഴിക്കുകയല്ല. ചിലപ്പം കരയിപ്പിക്കും, ചിലപ്പം ചിരിപ്പിക്കും, ചിലപ്പം ജയിപ്പിക്കും, ചിലപ്പം തോൽപ്പിക്കും. എന്തിനാ? മനക്കെട്ടിയുള്ളവരാക്കാൻ ദൈവം നമുക്ക് സഹനം തരും. യേശുവിൻ്റെ 40 രാത്രികളിലെ ഉപവാസം അവന് മനക്കെട്ടി കൊടുത്തു. മരുഭൂമിയിൽ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന അവന് മനക്കെട്ടി കൊടുത്തു. മനക്കെട്ടി കിട്ടാൻ വേണ്ടി ദൈവം സഹനം തരും. 4, ഒരു പകരം സഹനം. ലോകത്തിൽ ഒരു പകരം സഹനമുണ്ട്. യെശയ്യാ പ്രവചനം 51 മുതൽ പറയുന്നു: അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടേതായ രോഗങ്ങൾ. രോമം കത്തി കൊണ്ടുപോയ കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. ഒരു പകരം സഹനം. ലോകത്ത് ആരെങ്കിലുമൊക്കെ പകരം സഹിക്കണം. അച്ഛന്മാരും സിസ്റ്റേഴ്സും സഹിച്ചോ സഭയിൽ ഒരു വലിയ നന്മ വരും. ഡോക്ടർമാരും നേഴ്സുമാരും സഹിച്ചോ രോഗിക്ക് സൗഖ്യം വരും. അധ്യാപകർ സഹിച്ചോ വിദ്യാർത്ഥിക്ക് വിജയം വരും. ഒരു പകരം സഹനം പ്രപഞ്ചത്തിൻ്റെ പാഠമാണ്. എല്ലാവർക്കും ഉണ്ട് ഒരു പകരം സഹനം. ആരെങ്കിലും സഹിക്കുമ്പോൾ അതിൻ്റെ അത്ഭുതം നടക്കും. അതുകൊണ്ടാണ് പറയുക, ആരോഗ്യമുള്ള അപ്പനമ്മമാർ വെള്ളിയാഴ്ച ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. നോമ്പേ മാത്രമല്ല, ആണ്ടുവട്ടത്തിലെ സകല വെള്ളിയാഴ്ചകളിലും
ആരോഗ്യമുള്ള അപ്പനമ്മ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് മക്കൾക്ക് വേണ്ടി സമർപ്പിക്കണം. ആരോഗ്യം കുറവാണോ, ഒരു നേരത്തെ ഭക്ഷണം വെടിയണം. ഒട്ടും മേലെ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങൾ വേണ്ടെന്ന് വെക്കണം. അത് അമ്മമാർ കൂടുതൽ സഹിക്കണം. കാരണം സഹിക്കാനും കഴിവ് ആണുങ്ങളെക്കാൾ മനഃശാസ്ത്രപരമായി പെണ്ണുങ്ങൾക്കാൾ. ആണുങ്ങൾ തലവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി കുലുക്കം. പക്ഷെ പെണ്ണുങ്ങൾ തലയിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു തലവേദന മാറുമോ. വയറിൽ കുടൽ പഴിക്കുക, മല്ലിക്കാപ്പി കുടിച്ചാൽ അറിയാം വയറിൻ്റെ മൂളിൽ മാറുമോ. സഹിച്ചുകൊണ്ടിരിക്കും. മക്കൾക്ക് അറ്റാച്ച്മെൻറ്റ് അമ്മയോടാണ്. അപ്പനായിരിക്കും ഒരുപാട് നേടുന്നത്, പക്ഷെ മക്കൾക്ക് ഇഷ്ടം അമ്മയാണ്. കാരണം സഹിച്ചത് അമ്മയാണ്. കൈമടക്കി തലേണ രാത്രിയിൽ വെച്ച് തന്നത് അമ്മയാണ്. പാതിരാകുർബാനയ്ക്ക് പള്ളി കൊണ്ടുപോയത് അമ്മയാണ്. കുരിശിലെ വഴിക്ക് കൈ പിടിച്ചത് അമ്മയാണ്. പനി വന്നപ്പോൾ ഉറക്കം വിളിച്ചത് അമ്മയാണ്. സഹിക്കുന്ന അമ്മയെ മക്കൾ ഓർക്കും. മക്കളുടെ വർത്തമാനം അമ്മയോട്, അമ്മ ചെരുപ്പെന്തിയെ, അമ്മ ഫോണെന്തിയെ, അമ്മ ഉടുപ്പെന്തിയെ, അമ്മ കൊടയെന്തിയെ, അമ്മ ചോറെന്തിയെ. അപ്പനോട് ആകെ ചോദിക്കുന്ന ചോദ്യം അപ്പ അമ്മ എന്തിയെ ചോദിക്കത്തുള്ളൂ. അപ്പം സഹനശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു പകരം സഹന ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ സഹിക്കുമ്പോൾ അതിൻ്റെ ഫലം ലോകത്തുണ്ടാകും. ആ ഒരു ചിന്ത ഒരു പകരം സഹനത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. അങ്ങനെയുള്ള സഹനത്തെ രക്ഷാകരമായി കാണുക. സഹനം രക്ഷാകരമാണ്. മാതാവിൻ്റെ സഹനം അവളെ സഹരക്ഷകയാക്കി. യേശുവിൻ്റെ സഹനം മനുഷ്യവംശത്തെ മോചിപ്പിച്ചു. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതം ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ്. ഒരു കത്തിൻ്റെ യാത്ര. ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ എനിക്കൊരു കത്തയക്കുന്നു. ഫാദർ ജോസഫ് പുത്തൻപരിക്കൽ, സെൻറ്റ് ഫ്രാൻസിസ് കപ്പുച്ചൻ ആശ്രമം, ഉഴവൂർ PO, കോട്ടയം ഡിസ്ട്രിക്ട്. നല്ല കവറിൽ സുന്ദരമായ സ്റ്റാമ്പ് ഒട്ടിച്ച് വരാപ്പള്ളിയിലെ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ്മാൻ ആ കത്തെടുത്തിട്ട് നോക്കിയിട്ട് ഒരച്ഛൻ്റെ കത്ത്, നല്ല സ്റ്റാമ്പ്, ഇരിക്കട്ടെ ഒരു ഉമ്മ എന്നും പറഞ്ഞ് ഉമ്മ കൊടുത്ത് കത്തെടുത്ത് പോക്കറ്റിലിട്ടാൽ വരാപ്പള്ളിയിൽ നിന്നും അയക്കുന്ന കത്ത് ഒഴിവിൽ എനിക്ക് കിട്ടിയല്ല. പോസ്റ്റ്മാനും കത്തെടുത്ത് പറയും, അച്ഛനുള്ള കത്ത്, നല്ല കവറ്, നല്ല സ്റ്റാമ്പ്, വെറുതെ വിട്ടാൽ പറ്റിയല്ലോ. സീലെടുത്ത് മോമ്പ് നോക്കി ഒറ്റ കുത്ത്. പിന്നെ പല കത്തിലൂടെ കൂച്ചിക്കെട്ടി, മുറുക്കി കെട്ടി, ചാക്കി കെട്ടി വണ്ടിയിൽ കുലുങ്ങി ഒഴിവിൽ വരും. അവിടുത്തെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയും, പരിചയമുള്ള അച്ഛൻ, ആഹാ മോന്തയ്ക്ക് മാത്രമേ ഇരിക്കട്ടെ, പെള്ളിക്ക് വരണം അവിടെയും സീല്. ഇത്രയും സീല് കൊണ്ടാലേ വരാപ്പുഴ നയിക്കുന്ന കത്ത് ഒഴിവിൽ എൻ്റെ കിട്ടും. പിതാവായ ദൈവം സ്വർഗം പിയോന്ന് നെറ്റിയിൽ എഴുതി ഏകമാതാവിൻ്റെ ഗർഭപാത്രം എന്ന പോസ്റ്റ് ബോക്സിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഏകമാതാവ് ലോകമാതാവിൻ്റെ വലിയ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചു. ഈ ലോകയാത്രയിൽ ഭർത്താവിൻ്റെ സീല്, ഭാര്യയുടെ ഞോണ്ട്, മരുമകളുടെ കുത്ത്, നാത്തുവിൻ്റെ ആട്ട്, നാട്ടുകാരുടെ തുപ്പ്, ഇതെല്ലാം കൊണ്ടാല് ദൈവം ഒരുക്കുന്ന സ്വർഗം പിയോയിൽ എത്തിച്ചേരും. ഒരു കത്തിൻ്റെ യാത്ര പോലെ ഈ സഹനത്തെ കാണണം. യേശു കുരിശിന് വഴി പറഞ്ഞ ഒരു വാക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഓശാന തൊട്ടേ പറയുന്നതാണ്, നിങ്ങൾ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർക്ക് പിടിക്കും? നിങ്ങൾ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർക്ക് പിടിക്കും? യേശുവിൻ്റെ ജീവിതത്തിൽ 6 കല്ലുകളുണ്ട്. ക്രിസ്തുവിൻ്റെ 33 വർഷത്തെ ജീവിതത്തിലെ 6 കല്ലുകൾ. 1, ജെറീക്കോയിലെ പ്രലോഭനമല, അതിൻ്റെ താഴെ കിടക്കുന്ന വെള്ളാറമ്പാറ കല്ലുകൾ. ആ കല്ലുകൾ ഇന്ന് പറയും വചനം പഠിച്ചവർ, സഭയെ സ്നേഹിച്ചവർ, കൗതാശീലമുള്ളവർ, വിശ്വാസത്തിൽ ബലപ്പെട്ടവർക്ക് ഒരു പെണ്ണിനും സെക്സിനും ടെംപ്റ്റ് ചെയ്യാൻ പറ്റിയല്ല. ഒരു കള്ളിനും ലഹരിക്കും പുകവലിക്കും പരീക്ഷിക്കാൻ പറ്റുകയില്ല. വചനം പഠിച്ചവനെ ഒരിക്കലും പ്രലോഭനത്തിൽ വീഴിക്കാൻ പറ്റുകയില്ല. അതാണ് പ്രലോഭനമല്ലയുടെ കല്ല് നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം പഠിക്കുക, വിശുദ്ധി ജീവിക്കുക, അങ്ങനെയുള്ളവരെ ഒരു പ്രലോഭനവും പറ്റിയല്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൂടിയാണ്. കഠിന പ്രലോഭനത്തെ അതിജീവിക്കാൻ വചനം പഠിച്ച മനുഷ്യന് പറ്റും. ജെറീക്കോയിലെ ആ കല്ല് നമ്മളോട് പറയും. 2, ജെറുസലേം ദേവാലയത്തിന് മുറ്റത്ത് കുറെ കല്ല് കിടപ്പുണ്ട്. ജെറുസലേം ദേവാലയ മുറ്റത്ത് പാവനിയായ സ്ത്രീയെ കല്ലെറിയാൻ പരിസയർ കൊണ്ടുവന്ന കല്ല്. ആ കല്ല് വെച്ച് എറിയാൻ പറഞ്ഞു. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ജെറുസലേം ദേവാലയ അങ്കണത്തിലെ കല്ല് പറയുന്നു, ഒരു മനുഷ്യനെക്കുറിച്ചും നെഗറ്റീവായ വാർത്ത പ്രചരിപ്പിക്കരുത്. ഒരു മനുഷ്യനെക്കുറിച്ചും കുത്തുവാക്ക് പറയരുത്.
ഒരു മനുഷ്യനെയും കളിയാക്കരുത്. മനുഷ്യനെ വഞ്ചിക്കാം, പക്ഷെ ദൈവം അത് കാണും. ആരെക്കുറിച്ചും അന്യായമായി വിധിക്കരുത്. നന്മയിൽ വിശുദ്ധിയിൽ സ്വന്തം അവസ്ഥയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. ആരെയും വിധിക്കരുത്. മൂന്നാമത് ഒരു കല്ലുണ്ട്. അത് ബഥനിയായിൽ ലാസറിൻ്റെ കല്ലറയുടെ കവാടത്തിലെ കല്ല. ആ കല്ല് പറയുന്നു, താൻ പാതി ദൈവം പാതി. നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്താൽ ബാക്കി ദൈവം ചെയ്യും. ദൈവത്തിന് വേണമെങ്കിൽ ലാസറെ കല്ല് മാറട്ടെ, ഒറ്റ ഊത്ത് കല്ല് ഉരുണ്ടു പോകും. യേശു പറഞ്ഞു, കല്ലുരുട്ടി മാറ്റ്. മനുഷ്യനെ കല്ല് മാറ്റാൻ പറ്റും, ജീവൻ കൊടുക്കാൻ ദൈവത്തിനെ പറ്റൂ. ഞാൻ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്താൽ ബാക്കി ദൈവം ചെയ്യും. താൻ പാതി ദൈവം പാതി. ലാസറിൻ്റെ കല്ലറയുടെ കവാടത്തിലെ കല്ല്. 4, ഗെത്സമേൻ തോട്ടത്തിൽ ഒരു കല്ലുണ്ട്. ഇന്നും കാണാം. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചൊരു കല്ല്, ഒരു പാറ. അത് പറയുകയാണ്, എല്ലാ മനുഷ്യരിലും 2 ഹിതമുണ്ട്. ഒന്ന് ദൈവഹിതം, 2 സ്വന്തം ഹിതം. സ്വന്തം ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണം. എൻ്റെ ഹിതം പോകണം, ദൈവഹിതം ഗ്രഹിക്കണം. ഗെത്സമേനിൽ അവൻ പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ മനുഷികമായ ചെറിയ ഹിതങ്ങളെ ദൈവത്തിൻ്റെ ഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കണം. ഗെത്സമേനിലെ കല്ല് പറയുന്നു. 5-ാമത്തെ കല്ല് അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറയുടെ കവാടത്തിലെ കല്ല. അരിമത്യാക്കാരൻ ജോസഫിന് ദുഃഖവെള്ളിയാഴ്ച സന്ധ്യയിലെ കല്ല്. ആ കല്ല് പറയുന്നു, സത്യത്തെ മൂടി വെക്കാൻ 3 ദിവസമേ പറ്റൂ. എല്ലാം നുണ ആരൊക്കെ പറഞ്ഞാലും, എല്ലാ കള്ളത്തിനും എല്ലാം പ്രചരിപ്പിച്ചാലും 3-ാം ദിവസം സത്യം ഉയർത്തി വരും. സത്യം ഉയർത്തി വരും. അത് എവിടെയാകട്ടെ, അത് സഭയിലാകട്ടെ, അത് രാഷ്ട്രീയത്തിലാകട്ടെ, അത് അയൽബന്ധങ്ങളിലാകട്ടെ, കുടുംബബന്ധത്തിലാകട്ടെ, സത്യത്തെ കുഴിച്ചിട്ടാൽ, മറച്ചിട്ടാൽ, സത്യമാണെങ്കിൽ അത് 3-ാം ദിവസം ഉയർത്തി വരും. ഒരു സത്യത്തെയും നിത്യകാലം കുഴിച്ചിടാൻ പറ്റുകയില്ല. 6-ാമത്തെ കല്ല് ഒലിവുമലയിൽ ഒരു കല്ല്. ഇന്നും കാണാം ഒലിവുമലയിൽ ഒരു കല്ല്, ക്രിസ്തുവിൻ്റെ 2 പാദം മുന്നിയ കല്ല്. ആ കല്ലിൽ നിന്നും അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പോയപ്പോൾ പറയുകയാണ്, മേഘത്തിലേക്ക് മറയുന്നു, പോയതുപോലെ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഒരു 2-ാം വരവുണ്ട്. യേശുവിൻ്റെ ഒരു തിരിച്ചു വരവുണ്ട്, ഒരു 2-ാം വരവുണ്ട്. അത് പഠിപ്പിക്കുന്നു ഒലിവുമലയിലെ കല്ല്. അവിടുന്ന് യേശു പോയത് മേഘത്തിലേക്കാണ്. നമ്മളോട് പറയുന്നു, ഈ ചിന്ത കേട്ട് ഇറങ്ങിയിട്ട് പോകുമ്പോൾ ചുമ്മാ മുകളിലോട്ട് നോക്കണം. ഒരിടത്തും മേഘമില്ല, കർത്താവില്ല. എവിടെയെങ്കിലും മേഘമുണ്ടോ അവിടെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ ആകാശം കാണുന്ന കാലത്തോട് ഓർക്കണം. അങ്ങോട്ട് പോയവൻ അവിടെയുണ്ട്, ആ പോയവൻ അതുപോലെ തിരിച്ചു വരും. ഇതാണ് ഒലിവുമലയിലെ കല്ല് പഠിപ്പിക്കുക. ദുഃഖവെള്ളിയുടെ ചിന്തകൾക്ക് വിരാമം കുറിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ 5 തടസ്സങ്ങളുണ്ട്. 5 തടസ്സങ്ങൾ മാറ്റിയ ദിവസമാണ് യേശുവിൻ്റെ പീഡാനുഭവ യാത്ര. 5 തടസ്സങ്ങൾ നമുക്കുണ്ട്. എന്തെല്ലാം 5 തടസ്സങ്ങൾ? 1, എനിക്ക് കഴിവില്ല, എനിക്ക് സ്വാധീനമില്ല, ഞാൻ ഒരു ഹൗസ് വൈഫാണ്, ഒരു ജോലിക്കാരിയാണ്, ഒരു പാവപ്പെട്ടവനാണ്, സഭയെ സ്വാധീനിക്കാൻ പറ്റിയല്ല, മെത്രാന്മാരെ സ്വാധീനിക്കാൻ പറ്റിയല്ല, രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാൻ പറ്റിയല്ല, ഒരു കഴിവുമില്ല. അങ്ങനെ പറഞ്ഞ് ആരും കുത്തിയിരിക്കരുത്. അങ്ങനെ കുത്തിയിരിക്കുന്നവർ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ പരാജയപ്പെടുന്നവരാ. പീഡാനുഭവേളയിൽ ഒരു സ്ത്രീ, അവൾ പറഞ്ഞു, പീലാത്തോസിനെ സ്വാധീനിക്കാൻ പറ്റിയല്ല, കയ്യപ്പാസിനെ പറ്റിയല്ല, അന്നാസിനെ പറ്റിയല്ല, ആരെയും സ്വാധീനിക്കാൻ കഴിവില്ലാത്തവളാണ് ഞാൻ. പക്ഷെ അവിടെ ഒരു കാര്യം ചെയ്തു, ഒരു കടലാസ് എടുത്ത് ഒരു കുറിപ്പെഴുതി. അത്രയെങ്കിലും ചെയ്യണം. ചില കാര്യം ശരിയില്ലെന്ന് തോന്നിയാൽ നമ്മൾ എഴുതണം, ഫോൺ വിളിക്കണം, പറയണം. എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് വലിയരുത്, പറ്റുന്ന കഴിവ് ഉപയോഗിക്കണം. അതാണ് പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയ. 2-മതൊരു ചിന്ത, എനിക്ക് നാണമാണ്, കൈകൊട്ടി പ്രാർത്ഥിക്കാൻ നാണം, കൈകൊട്ടി സ്തുതിക്കാൻ നാണം, മുട്ടുകുത്താൻ നാണം, കൈ വിരിക്കാൻ നാണം, കുർബാന നിൽക്കുന്നിടത്ത് കിട്ടിയാൽ കൊള്ളാം, മുമ്പിൽ വന്ന് സ്വീകരിക്കുമ്പോൾ ആൾക്കാരെ നോക്കും, എനിക്ക് നാണമാണ്. ഈ നാണമുള്ളവർ അതിനെ അതിശയിപ്പിക്കണം. അതാണ് ആരെന്നാ പറഞ്ഞാലും എൻ്റെ ഗുരുവിൻ്റെ വേർത്ത മുഖം ഞാൻ തുടയ്ക്കും. അതാണ് വേറൊന്നിക്കുക.
നാണത്തെ അതിജീവിച്ച വേർതിരിക്കുക. 3, ഞാൻ പാപിയാണ്, രക്ഷയൊന്നുമില്ല, എൻ്റെ ജീവിതം മുഴുവൻ പാപമാണ്. അങ്ങനെ പാപിയാണ്, രക്ഷയില്ല. ആരും സ്വന്തം പാപമോട്ട് കരഞ്ഞിട്ട് അത് യൂസ്ലെസ്സാണ്. അങ്ങനെ കരയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ തെറ്റുപറ്റിയോ കർത്താവിലേക്ക് നോക്കണം. അങ്ങനെ നോക്കി പറഞ്ഞു, ഞാൻ പാപിയാണ്, നിന്റെ പർദീസയിൽ എന്നെ ചേർക്കണേ. എന്നാ തെറ്റുപറ്റിയാലും അതോർത്ത് കരയിൽ നേരരുത്. അത് ആവർത്തിക്കാത്ത വിശുദ്ധിയുള്ള നല്ല മനുഷ്യനായിട്ട് മാറുക. അതിനെ അതിജീവിച്ചു വലതുവശത്തെ കള്ളൻ. 5, ഞാൻ താമസിച്ചു പോയി. 10-65 വയസ്സിൽ ഉഴപ്പി. ഇനി എന്നാ എടുക്കാനാ? ഉഴപ്പി. ഞാൻ ഒരാളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു പോയി. പിന്നെ മനസ്സിലായി തെറ്റിപ്പോയി. തിരുത്തുകയല്ല, അത് തന്നെ കടിച്ചു തൂങ്ങി കിടക്കും. എത്ര താമസിച്ചാലും ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞാൽ ഞാൻ പറഞ്ഞതാ തെറ്റ് എന്ന് ഏറ്റുപറയുന്നവൻ ക്രിസ്തുവിൻ്റെ പരസ്യ സാക്ഷിയാകും. അതാണ് ശതാധിപൻ. അവൻ ദൈവദൂഷകനാണ്. അവനെ കൊല്ലാൻ പറഞ്ഞു. തെറ്റ് മനസ്സിലാക്കും പറഞ്ഞു, എനിക്ക് തെറ്റി. അവൻ സത്യമായും ദൈവപുത്രനാണ്. ഒരു തെറ്റ് പറ്റിയാൽ തിരിച്ചറിയുമ്പം തെറ്റാണെന്ന് സമ്മതിക്കണം. അതൊരു മുറിവിൻ്റെ പരിഹാരമാണ്. അവസാനമായി എനിക്ക് സോഷ്യൽ പ്രസ്റ്റീജ് ഉണ്ട്. ഞാൻ എറണാകുളത്ത് കട നടത്തുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വരുന്ന കടയെ അവിടെ മാതാവിൻ്റെ രൂപം വെച്ചാൽ കച്ചവടം കുറയും, തിരുഹൃദയത്തിന് പണം വെച്ചാൽ കച്ചവടം കുറയും, കുരിശ് വെച്ചാൽ കച്ചവടം കുറയും. ആരും അറിയാത്ത രഹസ്യ ക്രിസ്ത്യാനിയാണ് ജീവിച്ചേക്കാം. രഹസ്യ ക്രിസ്ത്യാനി ചില പെണ്ണുങ്ങളെ കാണും, കെട്ടിച്ചാലും കഴുത്തിൽ താലിയിടുകയാണ്. ആരും കെട്ടിച്ചതെന്ന് അറിയണ്ട. ഇവിടെ കുങ്കുമവും പൂശി കഴുത്തിൽ ഊരിപ്പോയി നട്ടും പൊട്ടും മാല കൊളുത്തിയിട്ട് നടക്കുന്ന കാണാം. അവർക്ക് നാണക്കേടാ. സോഷ്യലി എന്നെ സ്വാധീനിക്കും, സമൂഹത്തെ സ്വാധീനിക്കും. സമൂഹം എന്ത് പറഞ്ഞാലും വേണ്ടിയല്ല, എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് കർത്താവിന് വേണ്ടി കൊടുക്കും. അങ്ങനെ വന്നവനാ റോമൻ സാങ്കേതിക സംഘത്തിൽ നിന്ന് അരിമത്തിയായില്ലേ ജോസഫ്. ആരെന്നാ പറഞ്ഞാലും വേണ്ടിയില്ല, അനുഭവിച്ച സത്യത്തെ നേറ്റി പറയും. നേറ്റി പറയാൻ നമുക്ക് കഴിയട്ടെ. ആ കുരിശിൻ്റെ വഴികളിൽ 4 ശബ്ദങ്ങൾ ഇന്നും എറണാകുളത്ത് വരാപ്പുഴ പുത്തമ്പള്ളി പരിസരത്തും ഈ 4 ശബ്ദങ്ങൾ മുഴങ്ങും. 1, ഒരു സ്ത്രീയുടെ ശബ്ദം, ഒരമ്മയുടെ ശബ്ദം. ആ നീതിമാനെ കൊല്ലരുത്, അത് ക്ലോഡിയായുടെ ശബ്ദം. ഇടവകയിൽ സിസ്റ്റേഴ്സ് ക്ലോഡിയായുടെ ശബ്ദമാണ്. കുഞ്ഞുങ്ങളോട് പറയും, കുരിശ് വരയ്ക്കണം, വേദവാഴ്ത്ത് വരണം, പള്ളിയിൽ പോകണം, ഈശോയെ ഇല്ലാതാക്കരുത്, അവനെ കൊല്ലരുത് എന്ന് പറയുന്ന കന്യാസ്ത്രീ അമ്മമാർ. വീട്ടിലെ അമ്മ കെട്ടിയവനോട് കുമ്പസാരിക്കണം, കുർബാനയ്ക്ക് പോകണം, പള്ളിയിൽ പോകണം, കുരിശ് വരയ്ക്കണം. മക്കളെ തിരുത്തുന്ന അമ്മമാർ. സ്ത്രീ സഭയിൽ ഒരു സ്ത്രീയുടെ ശബ്ദം പറയുമ്പോൾ പരാജയമാണ്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ സിസ്റ്റേഴ്സിൻ്റെ അംഗസംഖ്യ കുറഞ്ഞപ്പോൾ, സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സ് കുറഞ്ഞപ്പോൾ സമൂഹത്തിൽ തിന്മ പെരുകി. ഒരു കാലത്ത് അവരുടെയൊക്കെ സജീവ സാന്നിധ്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരമ്മ എന്നും ക്രിസ്തുവിനെ കൊല്ലരുത്, അവനെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു സ്ത്രീ ശബ്ദമായി ക്ലോഡിയായെ പോലെ മുഴങ്ങണം. 2, ഓർമ്മപ്പെടുത്തലിൻ്റെ ശബ്ദം. ചില ശബ്ദങ്ങൾ ഓർമ്മപ്പെടുത്തും. 3 പണിക്കാരാ പറഞ്ഞത്, നീ അവൻ്റെ ശിഷ്യനല്ലേ? മാറി മാറി ഓർപ്പിച്ചു, നീ സുഖിക്കരുത്, നീ നസ്രായൻ്റെ ശിഷ്യനല്ലേ? ഇപ്പം പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം ജീവിതത്തിൽ എന്നെ ഓർപ്പിക്കും, ഒരു കത്തോലിക്ക വൈദികനല്ലേ ഇങ്ങനെ വർത്താനം പറയാവോ? ഒരു കത്തോലിക്ക അച്ഛനല്ലേ ഇങ്ങനെ ഇടപെടാവോ? ഒരു ക്രിസ്ത്യാനിയല്ലേ ഇങ്ങനെ പെരുമാറാവോ? ഒരു നല്ല വ്യക്തിയാണെന്ന് കരുതിയിട്ട് ഇങ്ങനെയാണ് ബന്ധങ്ങൾ? ആരേലും പറയും. നമ്മൾ തിരുത്തണം. ഓർമ്മപ്പെടുത്തലിൻ്റെ ശബ്ദങ്ങൾ, ആ പരിചാരകൻ. 3, പ്രകൃതിയുടെ ശബ്ദം. കോഴി കൂവി. പ്രകൃതിയുടെ ശബ്ദം, പ്രപഞ്ചത്തിൻ്റെ ശബ്ദം. കോഴി കൂവി. കോഴി കൂവുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. നാട്ടിൽ വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ കൊറോണ വൈറസ് ഇനിയും പെരുകാം. വേസ്റ്റ് എല്ലായിടത്തും വിട്ടാൽ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി സാധ്യതയുണ്ട്. മണൽ മൊത്തം വാരിയാൽ പ്രളയം, മരം മൊത്തം മുറിച്ചാൽ വരൾച്ച. പ്രകൃതിയുടെ ശബ്ദം തിരിച്ചറിയണം, ജീവിക്കണം. 1, സ്ത്രീയുടെ ശബ്ദം. 2, ഓർമ്മപ്പെടുത്തലിൻ്റെ ശബ്ദം. 3, നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ശബ്ദം. 4, ആത്മാവിൻ്റെ ശബ്ദം. വൈദികരും മെത്രാന്മാരും പരാജയപ്പെടുമ്പോഴും സഭയിൽ നല്ല ആത്മാവിന് വേണം. സഭയുടെ തകച്ചിൽ നിന്നും സഭയെ പിടിച്ചു നിൽക്കുന്നത് മാന്യതയുള്ള വിശുദ്ധിയുള്ള ആത്മായ കുടുംബനാഥന്മാരും കുടുംബനാഥകളുമാണ്.
കാൽവരി കുരിശിൽ യേശുവിനെ മൃതശരീരം എടുക്കാൻ 2 അത്മായർ, 1 നിക്കോദേമോസ്, 2 അരിമത്യായിലെ ജോസഫ്. 2025 വർഷങ്ങളായി സഭയുടെ ബലം ആത്മാവിൻ്റെ സാന്നിധ്യമാണ്, ആത്മാവിൻ്റെ മുഖമാണ്. അവരുടെ സ്വരം നമ്മൾ തിരിച്ചറിയണം, അവരെ കേൾക്കണം. എല്ലാവരും പരസ്പരം അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായം മനസ്സിൽ വെക്കാതെ വേദികളിൽ പറയണം. ഈ 4 ശബ്ദങ്ങളെ തിരിച്ചറിയാം. ചിന്തകളെ അച്ഛൻ അവസാനിപ്പിക്കട്ടെ. കർത്താവായ യേശു ആരെന്ന് ചോദിച്ചാൽ അവൻ 33 സീറ്റുള്ള ഒരു ഓർഡിനറി ബസ്സായിരുന്നു. 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ വന്ന് ആ ബസ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഇപ്പോൾ സ്വർഗീയ മെക്കാനിക്ക് ഒരു സാക്ഷ്യപത്രം കൊടുത്തു, ഈ വണ്ടി കൊള്ളാവുന്ന വണ്ടി, എല്ലാവരും ഇതിൽ തന്നെ കയറിക്കോണം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ സംപ്രീതനായിരിക്കും. വണ്ടി ഓടി 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ 10 കുഷ്ഠരോഗികൾ കൈ കാണിച്ചു, അവരെ ആദ്യത്തെ സീറ്റിലിരുത്തി. ലഗിയോറുള്ള പ്രേതബാധം കൈ കാണിച്ചു, അവനെ ഇരുത്തി. ഒരു മുടന്തം കൈ കാണിച്ചു, വണ്ടി കുരിഞ്ഞു എന്ന് അവനെ കോരിയെടുത്തിരുത്തി. അങ്ങനെ ബസ്സിൻ്റെ ഫുട്ബോൾ സ്റ്റെപ്പിന് ഗോവണി തട്ട് നിറയെ ആളായപ്പം പീലാത്തോസും അന്നാസും കയ്യപ്പാസും പറഞ്ഞു, ഈ വണ്ടിക്ക് ഇങ്ങനെ ആൾ കിട്ടിയാൽ നമ്മുടെ വണ്ടി പാട്ട വണ്ടി തുരുവ് കൂട്ടിയിട്ട് എഴിച്ചു പോകും. ഈ വണ്ടിയുടെ കഥ കഴിക്കണം. ഒരു മാർഗമേ ഉള്ളൂ, ക്യാഷ് ബാഗ് സൂക്ഷിക്കുന്ന കണ്ടക്ടർക്ക് 30 വെള്ളി നാണയം കൈക്കീഴ് കൊടുത്ത് ഇപ്പുറത്താക്കി. ദുഃഖവെള്ളിയാഴ്ച ഈ വണ്ടി കുരിശിൽ ഇടിച്ചു തകരുക. ഇടിച്ചു തകരുമ്പോൾ വണ്ടി നോക്കി, ആരെങ്കിലും കാണാത്ത ഏതൊരു സീറ്റുണ്ടോ നോക്കിയപ്പോൾ വട്ടത്തിലും വളയത്തിലും ആൾക്കാരുന്നപ്പോൾ കാണാതെ പോയ 33-ാമത്തെ സീറ്റ് ചുമ്മാ കിടക്കുന്നു. വലതുവശത്തെ കള്ളനെ പിടിച്ച് ആ സീറ്റിൽ എത്തിയിട്ട് ഒരു ബോർഡ് നോക്കി, ഹൗസ്ഫുൾ. ഒരു വാക്കായിട്ട് പുറത്തു വന്നു, എല്ലാം പൂർത്തിയായി, ഇനി സീറ്റ് കാര്യമില്ല. കുരിശിൽ വണ്ടി ഇടിച്ചു തകർന്നു. അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ കല്ലിന് മുദ്രയും കല്ലറയ്ക്ക് കാവലും പാറയും പാറാവുകാരും വട്ടപ്പെട്ട് നിന്ന് ആ വണ്ടി അടച്ചു വെച്ചു. ഇനി ഞങ്ങളുടെ വണ്ടിക്ക് ആൾ കിട്ടും, ഇതിൻ്റെ കഥ കഴിഞ്ഞു. പക്ഷെ 3-ാമത്തെ പുലരിയിൽ കല്ലിൻ്റെ മുദ്രയും കല്ലറയുടെ കാവലും തീർത്ത് ഹരിതാപയോട് വിരിഞ്ഞു വരുന്ന ഗോതമ്പ് മണി പോലെ ആ കല്ലറയിൽ നിന്നും ഒരു സൂപ്പർ ഫാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ജീസസ് ക്രൈസ്റ്റ് ദ സൂപ്പർ ഫാസ്റ്റ്. 2025 വർഷങ്ങളായി ആ സൂപ്പർ ഫാസ്റ്റ് കുതിച്ചു പായുന്നു. അതിൽ പണ്ട് പാലക്കാട്ടി പിതാവും പടിയറ പിതാവും വെളിത്തി പിതാവും നമ്മുടെ ഓരോ പിതാക്കന്മാരും മെത്രാന്മാരും വൈദികരും ഒക്കെ വണ്ടിയിലിരുന്നു. ഇനി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അടുത്തവർ ആ വണ്ടിയിൽ, ആ വണ്ടിയുടെ സീറ്റ് മക്കളെ പരിചയപ്പെടുത്തണം. ആ വണ്ടിയുടെ വിശുദ്ധി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ യേശു ക്രിസ്തു എന്ന ആ സൂപ്പർ ഫാസ്റ്റിൽ അഭിമാനത്തോടെ യാത്ര ചെയ്യാൻ 2025 ഈ ദുഃഖവെള്ളി വരുന്ന ഉയർപ്പും നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ഈ ലോകത്തെ നീ വീണ്ടും രക്ഷിച്ചു. ആമേൻ.